ഹലോ, വെൽക്കം ടു ടേസ്റ്റി ട്രീറ്റ്സ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉഴുന്ന് വട. വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉഴുന്ന് വട ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടത് ഞാൻ 1 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. അത് 4 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. അത് സ്ട്രെയിൻ ചെയ്തെടുത്തിരിക്കുക. ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്. ഞാൻ ഇവിടെ ഒരു വലിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഉഴുന്ന് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഇതിലോട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളകും ഇടുക. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി, ഓപ്ഷണലാണ്. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ഇടുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഉഴുന്ന് മാത്രം തന്നെ ആയാലും അരച്ചെടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചെറിയ ജാറിലും അരയ്ക്കാം. അപ്പോൾ അത് ഒറ്റ ട്രിപ്പിൽ തന്നെ ഫുൾ അടിക്കരുത്. അപ്പോൾ ഓരോ ട്രിപ്പായിട്ട് ഒരു 1-2 ട്രിപ്പായിട്ട് തന്നെ നിങ്ങൾ അടിച്ചെടുക്കണം. അപ്പം ഞാനിത് ഒരു വലിയ ജാറിൽ എടുക്കുന്നതുകൊണ്ട് ഒരു ട്രിപ്പിൽ തന്നെ ഫുൾ അടിച്ചെടുക്കുകയാണ്. അപ്പം നമുക്കിതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒരുപാട് വെള്ളമായി പോരുത്, ബിക്കോസ് അപ്പം നമുക്ക് ആ ഉഴുന്നുവടയുടെ കൺസിസ്റ്റൻസി മാറിപ്പോവും. അപ്പം നമുക്ക് അതിൻ്റെ ഷേപ്പ് കിട്ടത്തില്ല. അപ്പം നിങ്ങളത് നോക്കി ഒഴിക്കണം. നിങ്ങൾ അരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് അഥവാ ഇത് അരയാൻ പറ്റുന്നില്ലെങ്കിൽ അതിനനുസരിച്ച് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പം ഞാനിവിടെ ഉഴുന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണാം ചെറിയ തരി പോലെ കിടക്കുന്നത്. ഞാൻ ഒരുപാട് പേസ്റ്റ് ആക്കുന്നില്ല. പേസ്റ്റ് ആക്കാതെ തന്നെ കുറച്ച് തരി കിടക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ വെള്ളം നിങ്ങൾ ഓവറായിട്ട് ഒഴിക്കരുത്. ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഷേപ്പ് കിട്ടത്തില്ല. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നോക്കി ചെറിയ ഒരു ഇതുപോലത്തെ കട്ടിയായിട്ടുള്ള കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ പെതുക്കെ വെള്ളം ഒഴിച്ച് കൊടുത്തുകൊണ്ട് ഇരിക്കുക. ഇതിനി നമുക്ക് ഒരു ബൗളിലോട്ട് മാറ്റാം. അപ്പം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഉഴുന്ന് ഞാൻ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നിങ്ങൾ നോക്കിയിട്ടേ ഇടാവുള്ളൂ, കൂടിപ്പോകരുത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. പറ്റുന്ന അത്രയും ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാം ഒന്ന് മിക്സായി നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഉപ്പ് മാത്രമല്ല, നമ്മൾ നേരത്തെ അരച്ച ഇഞ്ചി ആയാലും പച്ചമുളകും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. ബീറ്റ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവാള ഇടാം. പച്ചമുളക്, കറിവേപ്പില, പച്ചമുളക് നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിന് ഇടുക. എരി ഒരുപാട് ഇഷ്ടമല്ലെങ്കിൽ ഇടണ്ട. ഇഞ്ചി. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉള്ളിയൊക്കെ ഒരു സൈഡിൽ തന്നെ കിടക്കാതെ എല്ലായിടത്തും ആവാൻ വേണ്ടിയിട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ എല്ലാം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പുണ്ട്. നിങ്ങൾക്ക് ഇവിടെ സവാള അല്ലെങ്കിൽ ചെറുള്ളിയോ ഏത് വേണേലും ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പച്ചമുളക് നിങ്ങളുടെ ആവശ്യത്തിന് ഇടുക. അരയ്ക്കുന്ന സമയത്ത് വേണേലിട്ടാൽ മതി. അപ്പം നമുക്ക് ഉഴുന്ന വട ഉണ്ടാക്കാനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉഴുന്ന വട ഉണ്ടാക്കാം. ഉഴുന്നുവട ഉണ്ടാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കടായിൽ എണ്ണ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഓയിൽ സൺഫ്ലവർ ഓയിലാണ്. ഇത് നമ്മൾ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്, അതുകൊണ്ട് ഇച്ചിരി ഏറെ എടുക്കണം എണ്ണ. ഇനി നമുക്ക് ഉഴുന്ന് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ കൈ ഒന്ന് നനച്ച് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിൽ വെള്ളം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് നനച്ച് കൊടുക്കണം കൈ, എന്നാലേ നമുക്ക് ഉഴുന്നിൻ്റെ ഷേപ്പ് കിട്ടി അത് എണ്ണയ്ക്കകത്തോട്ട് വീഴത്തുള്ളൂ. ഇനി നമുക്ക് ഇതിലോട്ട് 1 സ്പൂൺ ഞാൻ എടുത്തിട്ടുണ്ട് ഉഴുന്ന്. നടുക്കൊരു ഹോൾ ഇട്ട് കൊടുക്കാം. റൗണ്ട് പോലെ ആക്കിയിട്ട് ഹോളിട്ട് കൊടുക്കുക. കൈ നന്നായിട്ട് നനഞ്ഞിരിക്കണം. ഇനി നമുക്ക് എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. കണ്ടോ, നമുക്കത് കാണാൻ പറ്റില്ലേ? അതുപോലെ തന്നെ ബാക്കിയുള്ളതും നമുക്ക് ചെയ്യാം. മീഡിയം ഫ്ലെയിമിലേ തീ ഇടാവുള്ളൂ, അല്ലെങ്കിൽ പുറം കരിഞ്ഞ് കിട്ടും. അതുകൊണ്ട് നിങ്ങൾ മീഡിയം ഫ്ലെയിമിലേ വെക്കാവുള്ളൂ.
ഓരോ തവണ ചെയ്യുമ്പോൾ നിങ്ങൾ കൈ നനച്ച് കൊടുക്കണം. കൈ നനച്ചിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ നമുക്ക് എടുക്കാം. ഒരു നടുക്ക് ഇതുപോലെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് എണ്ണയ്ക്കകത്തോട്ട് സ്ലൈഡ് ചെയ്ത് അത് തന്നെ വീണോളൂ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വെള്ളം നന്നായിട്ട് നിങ്ങളുടെ കൈ നന്നായിട്ട് നനഞ്ഞിരിക്കണം, എന്നാലേ അത് വീഴത്തുള്ളൂ. അതുപോലെ കൈ നനച്ചിട്ട് നടുക്ക് ഇച്ചിരി ഹോൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ സ്ലൈഡ് ചെയ്യും. അതുപോലെ കൈ നനച്ചതിന് ശേഷം ഒരു സ്പൂൺ എടുക്കുക. എന്നിട്ട് നടുക്ക് ഹോൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. കൈ പൊള്ളരുത്, സൂക്ഷിച്ച് നിങ്ങൾ ഇടണം. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് നിങ്ങളിത് ഫ്രൈ ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രം കരിഞ്ഞു കിട്ടും, പാകം വേഗത്തില്ല. പുറമേ നിങ്ങളുടെ കോട്ടിംഗ് എല്ലാം ബ്രൗൺ ആവും, അകം വേഗത്തില്ല. അപ്പോൾ അത് നിങ്ങൾ നോക്കണം. നിങ്ങൾക്ക് ചിലപ്പം കറക്റ്റ് റൗണ്ട് ഷേപ്പ് ആവണമെന്നൊന്നുമില്ല, പക്ഷെ ഇതുപോലെ നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരു റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കാൻ പറ്റും. നമ്മുടെ കടയിൽ കിട്ടുന്ന പോലെ അവർ ആക്ച്വലി അത് മെഷീൻ വെച്ചാണ് ചെയ്യുന്നത്. ഈ ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ മെഷീൻ നമുക്ക് കിട്ടും മേടിക്കാനായിട്ട്. അപ്പോൾ അത് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് നല്ല റൗണ്ട് ഷേപ്പായിട്ട് കിട്ടും. ഇതിപ്പോൾ നമ്മൾ കൈവച്ച് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ പ്രോപ്പർ ഷേപ്പ് കിട്ടത്തില്ല. അപ്പം വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരുപാട് വെള്ളം നിങ്ങൾ അരയ്ക്കുന്ന സമയത്ത് ഒഴിക്കരുത്. അങ്ങനെ അരയ്ക്കുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് വെള്ളം ഒഴിച്ചാൽ നമുക്ക് ഒട്ടും ഷേപ്പ് ആക്കാൻ പറ്റില്ല. അതങ്ങ് ലൂസായി പോകും അതിൻ്റെ കൺസിസ്റ്റൻസി. നമുക്ക് എപ്പോഴും നിങ്ങൾ അരയ്ക്കുന്ന സമയത്ത് എപ്പോഴും പെതുക്കെ വെള്ളം ഒഴിച്ചേ അരയ്ക്കാവുള്ളൂ. ഇതിനി നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോഴത്തേക്ക് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് ഇതൊരു ടിഷ്യൂ പേപ്പറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ഈ എക്സസ് ആയിട്ടുള്ള എണ്ണയൊക്കെ ഒന്ന് ഡ്രെയിൻ ആയി പോകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പം ഞാൻ ഇത് എക്സസ് ഓയിൽ മാറാൻ വേണ്ടിയിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതുകൂടെ ഫ്രൈ ചെയ്തെടുക്കാം. ഈസി ക്രിസ്പി ഉഴുന്നുവട റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് 4 മണിക്കൊക്കെ പിള്ളേർ സ്കൂളിൽ നിന്ന് വരുമ്പോൾ കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ എപ്പിസോഡ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മറക്കാതെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്